ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.4 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. तो एक खूब सा माहौल पैदा हुआ है। तो पिछले हफ्ते भी ऐसा ही हुआ, लेकिन आज जो ज़लज़ला हुआ ये कुछ ज़्यादा ही था। तो लोग खौफ वहरास में उनको फैल गया और छोटे बच्चे जो स्कूल में थे वो भी बाहर आ गए, जैसे कि दुकानदार थे या गाड़ियों में सफ़र कर रहे थे लोग, वो भी बाहर आ गए। तो एक खौफ सा माहौल पैदा हुआ है। तो मुझे नहीं लगता है कि ये पूरे शहर में एक हर किसी की रोंगटे। വിവരങ്ങളുമായി സരുൺ ജോസ് ചേരുന്നു. സരുൺ, ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടത്? എത്രത്തോളം തീവ്രതയുണ്ടായിരുന്നു? നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അപർണ, ഇന്ന് ഉച്ചയ്ക്ക് 1:33 ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. പിന്നീട് ഭൂചലനത്തിന്റെ പ്രകമ്പനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അതായത് ഡൽഹി, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, പഞ്ചാബ് തുടങ്ങിയ മേഖലകളിൽ ഈ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി. ഒരിടത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഈ ഭൂചലനം നീണ്ടുനിന്നത്. ജമ്മു കാശ്മീരിൽ ശ്രീനഗറിലെ വിവിധ സ്കൂളിലെ കുട്ടികൾ ക്ലാസ് മുറികളിൽ നിന്നും ഇറങ്ങി ഓടിയെന്ന് ഈ ദൃക്സാക്ഷി പറയുന്നു. അതുപോലെ തന്നെ ഭൂചലനത്തിന്റെ ആഘാതത്തിൽ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ ഇളകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട്. ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസവും ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭൂചലനം ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ കറാച്ചിയിലും ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 12:20 മ്യാൻമറിലും ഭൂചലനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കനത്ത നാശനഷ്ടങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപർണ, ഏതെങ്കിലും വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള മുന്നറിയിപ്പുകളോ ജാഗ്രതാ നിർദ്ദേശങ്ങളോ ഉണ്ടോ സരൺ ഇതുമായി ബന്ധപ്പെട്ട്? പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നാണ് ഇപ്പോൾ ഈ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 5.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിട്ടുള്ളത്. കശ്മീരിലെ ദോഡ ജില്ലയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ കിഷ്ത്വാർ മേഖലയിലാണ് ഭൂചലനം ആദ്യം അനുഭവപ്പെട്ടത്. ഇതിന്റെ പ്രകമ്പനമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെയും ഉണ്ടായത്. ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ മേഖലകളിലാണ് ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടത്. അപർണ, സരുൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകാശ്മീരിൽ ഭൂചലനം. തമിഴ്നാട്ടിൽ സെക്രട്ടേറിയറ്റിലും മന്ത്രിയുടെ വസതിയിലും ഇഡിയുടെ റെയ്ഡ്. വൈദ്യുതി വകുപ്പ് മന്ത്രി സെന്തിൽ ബാലാജിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലാണ് റെയ്ഡ്. രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇഡി പരിശോധന നടത്തിയിരുന്നു. ജോലി നൽകാൻ കൈക്കൂലി വാങ്ങിയ കേസിലാണ് ഇഡി നടപടിയെന്നാണ് വിവരം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ദ്രുതകർമ്മസേനയെ വിന്യസിച്ചു. നേരത്തെ ആദായനികുതി വകുപ്പ് സെന്തിൽ ബാലാജിയുടെ ബന്ധുക്കളുടെ വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. ലോനാവാല മേൽപ്പാലത്തിൽ വെച്ചാണ് സംഭവം. 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. എണ്ണ ടാങ്കറിന് തീപിടിച്ചായിരുന്നു ദുരന്തം. ടാങ്കർ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നു. മോൺസൺ മാവുങ്കൽ കേസിൽ KPCC അധ്യക്ഷൻ നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല. പരാതിക്കാരുടെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവുണ്ടെന്നും പണം വാങ്ങിയെന്ന് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ചികിത്സയ്ക്കായാണ് മോൺസന്റെ അടുത്ത് പോയത്. മുഖ്യമന്ത്രിക്കെതിരെയും സുധാകരൻ രംഗത്തെത്തി. പിണറായി വിജയനുള്ളത് കാലം കരുതി വെച്ചിട്ടുണ്ട്. കേസ് കാട്ടി ഭയപ്പെടുത്തി ഇരുത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട. പിണറായി വിജയൻ കൂപമണ്ഡുകമാണെന്നും സുധാകരൻ പറഞ്ഞു. ഈ കേസിന്റെ അകത്ത് എനിക്ക് ഒരു ബന്ധവും ഞാനുമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ ഈ സംഭവത്തിലില്ല എന്ന് ഈ സംഭവം ആദ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോൺസന്റെ ഈ ഇടപാടിൽ എനിക്ക് ഒരു തരത്തിലുള്ള പങ്കുമുണ്ട് എന്ന് പങ്കുമില്ലെന്ന് ഞാൻ നേരത്തെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാനിതിൽ എങ്ങനെ പ്രതിയായി എന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് എന്നെ പ്രതിയാക്കിയത്, ആ പ്രതിയാക്കാനുള്ള തെളിവുകൾ എന്താണ്, ആ തെളിവുകളൊക്കെ ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ
ഈ പറയുന്ന പരാതിക്കാർ എന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇവിടെ ബട്ടിലും സ്വർണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു കേസായിട്ട് വന്നിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ ഓർക്കേണ്ടുന്നത് കാലം കരുതി വെച്ചത് അങ്ങയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. ഒരുപാട് കൊള്ളയടിച്ച കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചമഞ്ഞ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളത് വലിച്ചു കീറും. കെ സുധാകരനെതിരായ കേസ് കള്ളക്കേസാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരോപണങ്ങളുടെ ശരശയ്യയിലാണ് മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം. ലൈഫ് മുതൽ AI ക്യാമറ വിവാദം വരെയുള്ള കാര്യങ്ങളിൽ സ്വന്തക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയും എതിരാളികൾക്കെതിരെ കേസ് എടുക്കുകയുമാണെന്നും സതീശൻ ആരോപിച്ചു. ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് കള്ളക്കേസുകൾ എടുത്ത് ഈ ആരോപണങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിന്റെ ഫോക്കസ് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വമായി ശ്രമം നടത്തുകയാണ്. ഇന്നലെ KPCC പ്രസിഡന്റിനെതിരായി എടുത്ത കേസ് കള്ളക്കേസാണ്. KPCC പ്രസിഡന്റിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ യഥാർത്ഥത്തിൽ നന്നായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി സ്വന്തക്കാരെ ആയ ഒരു ഉദ്യോഗസ്ഥനെ തിരികെ കയറ്റി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി പല സാക്ഷികളെയും ഭീഷണിപ്പെടുത്തി മൊഴി കൊടുപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കെ സുധാകരൻ ഇടപാടിൽ ഇടനിലക്കാരനായിരുന്നുവെന്നും സുധാകരനെ വിശ്വസിച്ചാണ് മോൺസൺ മാവുങ്കലിന് പണം നൽകിയതെന്നും കേസിലെ പരാതിക്കാരൻ ഷമീർ. ചികിത്സയ്ക്കല്ല മോൺസന്റെ അടുത്ത് സുധാകരൻ പോയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസ്. കൂടുതൽ പോലീസുകാർ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെയും കേസിൽ പ്രതി ചേർക്കണമെന്നും ഷമീർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2018 നവംബർ 22-ന് പരാതിക്കാരനായ അനൂപിൽ നിന്ന് 25 ലക്ഷം രൂപ കൈപ്പറ്റുമ്പോൾ സുധാകരന്റെ സാന്നിധ്യവും ഡൽഹിയിലെ വിഷയങ്ങളിൽ സുധാകരൻ ഇടപെടാമെന്നുള്ള ഉറപ്പും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം കൊടുത്തു എന്നുള്ള അനൂപിന്റെ ആക്ഷേപമാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചത്. ആ കാര്യമാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ ഈ പോലീസിന്റെ കേരള പോലീസിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ മോൺസന്റെ വീട്ടിൽ പുരാവസ്തുക്കൾ, അമൂല്യമായ പുരാവസ്തുക്കൾ ഉണ്ടെന്ന രേഖയാണ് എന്നെ കാണിച്ചത്. അതുമായി ബന്ധപ്പെട്ട ആ രേഖ മുൻ DGP ബെഹ്റ ഒപ്പിട്ട ആ രേഖ ഇദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ വിവരങ്ങൾ, കാര്യങ്ങളെല്ലാമായിരുന്നു നമ്മളന്ന് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കണം. അതിൽ പങ്കുള്ള ആളുകൾക്ക് എതിരെയും FIR ഇട്ടുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളിപ്പോൾ ക്രൈംബ്രാഞ്ചിനടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേസിനെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം. പക്ഷേ പരാതിക്കാരൻ കെ സുധാകരനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. പ്രധാന നേതാക്കൾ സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയെങ്കിലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പുതിയ വിവാദത്തിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് LDF കൺവീനർ EP ജയരാജൻ. പരാതിക്കാരൻ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല എന്നും ജയരാജൻ പറഞ്ഞു. ഇതിലേതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് സുധാകരന് നേരെ കേസെടുത്തത്? ഗവൺമെന്റ് എടുത്തതല്ല, പരാതി ഉന്നയിച്ചതാണ്, പരാതി എഴുതി കൊടുത്തതാണ്. അന്വേഷണം നടക്കാതിരുന്നപ്പോൾ അദ്ദേഹം പരാതിയുമായി വരികയാണ്. പരാതി പോലീസ് അന്വേഷിക്കുന്നില്ല, ഗവൺമെന്റ് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നിയമ നടപടികളിലേക്ക് പോവുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അപ്പോഴേക്കും പരാതിക്കാരൻ ആവശ്യമുള്ള എല്ലാ തെളിവുകളും, എല്ലാ ജീവിക്കുന്ന തെളിവുകൾ കൂടി സമർപ്പിച്ചുകൊണ്ടാണ് അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. കെ സുധാകരന് കേസിൽ ബന്ധമില്ല എന്ന് മോൺസൺ. ആർക്കെല്ലാം പങ്കുണ്ടെന്ന് EDയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ PS വരെ ഇടപെട്ട കേസാണിതെന്നും മോൺസൺ പറഞ്ഞു. കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണ് മോൺസൺ മാവുങ്കലിന്റെ പ്രതികരണം. ഓൾറെഡി ഞാൻ EDക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കൂ.
ആരോപണ നിഴലിൽ നിൽക്കുന്ന സർക്കാരും കേസുകളുടെ കുരുക്കിൽപ്പെട്ട പ്രതിപക്ഷവും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അത്യസാധാരണ രാഷ്ട്രീയ സാഹചര്യത്തെ ഇങ്ങനെ ചുരുക്കി പറയാം. സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് സർക്കാരിന്റെ പോക്ക്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനുമെതിരായ അന്വേഷണങ്ങളിലൂടെ പ്രതിപക്ഷത്തിന് തിരിച്ചടി നൽകുകയാണ് സർക്കാർ. ഗ്രൂപ്പ് പോലെ ശക്തമായ കോൺഗ്രസ് ആകട്ടെ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള കരുത്ത് ചോർന്ന നിലയിലുമാണ്. തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ, സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ പലതും സംശയ നിഴലിൽ. അതിനപ്പുറം SFI എന്ന വിദ്യാർത്ഥി സംഘടന CPM-നെ തുടർച്ചയായി ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ വേറെയും. ഏതു സർക്കാരും ആടിയുലയുന്ന രാഷ്ട്രീയ സാഹചര്യം. എന്നാൽ സംസ്ഥാനത്ത് പിണറായി സർക്കാരിനെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. വിജിലൻസ് കേസിൽ പ്രതിയായ പ്രതിപക്ഷ നേതാവ്, പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാരിനും ഭരണമുന്നണിക്കും ആയുധമായി മാറുകയാണ് പ്രതിപക്ഷത്തെ പ്രധാനികൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ. രാഷ്ട്രീയ പകപോക്കലെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കാം. എങ്കിലും അതിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്ന് കണ്ടറിയണം. വലിയ ആരോപണങ്ങൾ നേരിടുമ്പോഴും സർക്കാരിനെ ഒരു പരിധിക്കപ്പുറം പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിനും പ്രതിപക്ഷ മുന്നണിക്കും കഴിയാതെ പോകുന്നതിന് കാരണം തമ്മിലടി തന്നെയാണ്. മുൻനിര നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങി ഗ്രൂപ്പ് കളിക്കുന്ന കോൺഗ്രസ് സംഘടന എന്ന നിലയിൽ അങ്ങേയറ്റം ക്ഷീണാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനും പാർട്ടി പ്രസിഡന്റിനുമെതിരെയുള്ള കേസുകളെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്ക് പരിമിതികളുണ്ട്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിലെ ഈ അനൈക്യം തന്നെയാണ് വലിയ അർത്ഥത്തിൽ സർക്കാരിന്റെ ശക്തി. സമീപകാലത്തൊന്നും ഒരു ഇടതുമുന്നണി സർക്കാരും നേരിടാത്തത്ര ആരോപണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന് 2 വർഷത്തിനുള്ളിൽ നേരിടേണ്ടി വന്നത്. സർക്കാരിന്റെ പ്രധാന വികസന പദ്ധതികളൊക്കെ പ്രതിപക്ഷം സംശയ നിഴലിലാക്കി. തുടർച്ചയായ തെളിവുകൾ നിരത്തി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും സർക്കാരിനെ കടന്നാക്രമിച്ചു. സംസ്ഥാനത്തിന്റെ ശുഷ്കമായ ഖജനാവ് ചൂണ്ടിക്കാട്ടിയും വിമർശനങ്ങളുണ്ടായി. അതിനു പുറമെയാണ് SFI ഉൾപ്പെടെയുള്ള ബഹുജന സംഘടനകൾ CPM-ന് നിരന്തരമുണ്ടാക്കുന്ന തലവേദന. ഇത്രയുമായിട്ടും പതറാതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കരുത്തു നൽകുന്നത് പ്രതിപക്ഷം തീർത്തും ദുർബലമെന്ന തിരിച്ചറിവാണ്. അഴിമതി ആരോപണങ്ങളിലൂടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ അന്വേഷണങ്ങൾ. VV അരുൺ, News 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. ഈ കേസിൻ്റെ അകത്ത് എനിക്ക് ഒരു ബന്ധവും ഞാനുമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ ഈ സംഭവത്തിലില്ല എന്ന് ഈ സംഭവം ആദ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോൺസന്റെ ഈ ഇടപാടിൽ എനിക്ക് ഒരു തരത്തിലുള്ള പങ്കുമുണ്ട് എന്ന് പങ്കുമില്ലെന്ന് ഞാൻ നേരത്തെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാനിതിൽ എങ്ങനെ പ്രതിയായി എന്നതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് എന്നെ പ്രതിയാക്കിയത്, ആ പ്രതിയാക്കാനുള്ള തെളിവുകൾ എന്താണ്, ആ തെളിവുകളൊക്കെ ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പറയുന്ന പരാതിക്കാർ എൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പാർലമെന്റ് സ്ഥിരം സമിതി അംഗം, ധനകാര്യ സ്ഥിരസമിതി അംഗം എന്ന നിലക്ക് ഞാൻ വാഗ്ദാനം കൊടുത്തു എന്നാണ്. ഞാൻ അങ്ങനെ ഒരു സമിതിയിൽ അംഗമേ അല്ലായിരുന്നു. ഞാൻ ഒരിക്കലും അതിൽ അംഗമായിട്ടില്ല. അംഗമല്ലാതിരിക്കുന്ന ഒരു പാർലമെന്റ് അംഗം ഞാനതിലെ അംഗമാണ് എന്ന് പറഞ്ഞ് ഇവരെ പറ്റിച്ചു എന്ന് പറയുന്നതിനകത്തുള്ള വിശ്വാസ്യത എത്രയെന്ന് നിങ്ങൾ പരിശോധിക്കണം. നേരത്തെ ഈ കേസ് ഉയർന്നപ്പോൾ തന്നെ നിയമപരമായിട്ട് നേരിടുമെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. എന്തിനും നിയമപരമായി അറിയിടാൻ ഈ ഫോട്ടോ സഹിതമുണ്ടായിരുന്നു തെളിവുകൾ ആ സമയത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ നിയമപരമായി നേരിടുമെന്ന് ആ കേസിനെ കുറിച്ച് 2021 താങ്കൾ പറഞ്ഞു. അല്ല, പിന്നെ കേസില്ലല്ലോ. പിന്നെ ഇല്ലാത്ത കേസിന് വേണ്ടി ഞാൻ ഇതിന് കേസ് കൊടുക്കണം? ഞാനതിൽ പ്രതിയാണെന്ന് പോലീസുകാർ പറഞ്ഞിട്ടില്ല, എന്നെ വിളിപ്പിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനതിൽ പ്രതിയാണ് എന്ന് എനിക്ക് ആരും ഇൻഫർമേഷൻ തന്നിട്ടില്ല. പിന്നെ ഞാൻ ഇല്ലാത്തൊരു കേസിന്റെ പുറത്ത് ഞാനെന്തിനാ ജയിൽ നടപടിക്ക് പോകുന്നത്? ആരോപണങ്ങൾ ഉയർന്നത് മാധ്യമങ്ങളിൽ ഞാൻ നിഷേധിച്ചു. ഏത് ഫോട്ടോ? ആരെ ഫോട്ടോ? മോൺസനോടൊപ്പം നിന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? മോൺസണിലേക്ക് ആരൊക്കെ പോകുന്നുണ്ട്? ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോകുന്നുണ്ട്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോകുന്നുണ്ട്, കളക്ടറടക്കമുള്ള ആളുകൾ പോകുന്നുണ്ട്, സിനിമാ നടന്മാർ പോകുന്നുണ്ട്. ഒരുപാട് VIP-കളിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്ന വ്യാജ ഡോക്ടറായിരിക്കാം. ആർക്കും അത് അപ്പം നന്നറിയില്ല വ്യാജ ഡോക്ടറാണ് എന്ന്.
അദ്ദേഹത്തിനൊക്കെ ഞാനും ഒരു ചികിത്സക്ക് പോയതാണ്. എൻ്റെ ഈ കണ്ണിൻ്റെ ബ്ലാക്ക് കളർ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിനൊക്കെ പോയത്. ഇത്തിരി റിസൾട്ട് കിട്ടി എന്നല്ലാതെ അത് മാറിയിട്ടുമില്ല. അത് വ്യാജ ഡോക്ടറാണ് എന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഞാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ ഡോക്ടർ തന്നെ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞു, മാപ്പ് പറഞ്ഞ് എന്നോട് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് അങ്ങ് ഒഴിവാക്കി. ഇനി അതിന്റെ പുറത്ത് കേസ് നടത്തിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം കിട്ടാനാണ്? അത് ഹാജരാകുന്നോ ഹാജരാകാതിരിക്കുന്നൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കും. 3 ദിവസമായി. 3 ദിവസം 3 days. ലേഡീസ് പാനലിനി അതിഥി ജിജി ജോഗി ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ അതിജീവിത. നമ്മളെ വിട്ടുപോയ സിനിമാ താരം സന്തോഷ് ജോഗിയുടെ ഭാര്യ. ഇപ്പോൾ പ്രസാധക, സംരംഭക എന്ന നിലകളിൽ പ്രശസ്ത. ഗായിക, എഴുത്തുകാരി, അഭിനേത്രി എന്നീ നിലകളിലും അറിയപ്പെട്ടു. ജിജി ജോഗിയുടെ അതിജീവനത്തിന്റെ വഴികളിലൂടെയാണ് ഇന്ന് ലേഡീസ് ബാൻഡ് പോകുന്നത്. സ്വാഗതം ജിജി ലേഡീസ് ബാൻഡിലേക്ക്. ഈ കഴിഞ്ഞ 13 വർഷം അത് പൂർണ്ണമായും ഒരു അതിജീവനത്തിന്റെ കാലഘട്ടം അങ്ങനെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതിജീവനം തന്നെയാണ്. ഇപ്പോൾ അത് തന്നെയാണ്. വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ വേർപാട് ആ ഒരു നിമിഷത്തിൽ വന്നു നിൽക്കുന്ന ഒരവസ്ഥ, മുന്നിലേക്ക് ഇനി എന്താണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. ആ 13 വർഷം മുൻപ് അത് ഏത് സ്ഥിതിയിലായിരുന്നു? അതായത് പ്രണയത്തിലും കാൽപ്പനികതയിലും മാത്രം മുഴുകി നടന്നിരുന്ന ഒരു 25 വയസ്സുകാരി പെൺകുട്ടി പെട്ടെന്ന് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്കും അതിന്റെ ഏറ്റവും കടുപ്പം കൂടിയ അവസ്ഥകളിലേക്കും വന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെ എന്താ പറയാ, എന്റെ ക്യാരക്ടറിനെ തന്നെ വേറൊരു രീതിയിൽ പ്ലേസ് ചെയ്യേണ്ട അത്രമാത്രം എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് മുന്നോട്ട് മാത്രം കാലുകൾ എടുത്തു വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇരുട്ടിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു വഴി തിരഞ്ഞെടുക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, അതൊന്നും അത്ര എളുപ്പമുള്ള ഒരു വിഷയമൊന്നുമല്ല. എത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ അന്നെല്ലാം കടന്നുപോയി? അതിന്റെ തുടക്കം ജോഗിയുടെ മരണത്തോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള നിരവധി കടബാധ്യതകൾ, വീടിന്റെ ജപ്തി നടപടികൾ, ചെറിയ മക്കൾ, ജീവിതത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു അനിശ്ചിതത്വം, ഇതിൽ നിന്നൊക്കെ ഒരു സംരംഭക എന്നുള്ള രീതിയിലൊക്കെ വരാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഓരോ ദിവസങ്ങളും അതിലേക്കുള്ള ഒരു വിത്ത് പാകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ചുവടുകൾ പതിയെ പതിയെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സംരംഭകയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രസാധകയായിട്ടോ എനിക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതല്ല. അത് ഈ 13 വർഷത്തിന്റെ അല്ലെങ്കിൽ തുടർച്ചയായ ഒരുപാട് മണിക്കൂറുകളുടെ, ദിവസങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പിടച്ചിന്റെ ഫലം തന്നെയാണ്. ഒറ്റയടിക്ക് അങ്ങനെ ഒരു അതിജീവനത്തിലേക്ക് കടക്കുക, പ്രത്യേകിച്ച് 20കളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ആ ധൈര്യം എങ്ങനെ കിട്ടി? നമുക്കെപ്പോഴും നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നതല്ല, നമുക്ക് ചായാനായിട്ട് തോളുകൾ ഉണ്ടാവുമ്പോഴാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ ഒരാള് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ധൈര്യവും നമ്മളുടെ ശേഷിയും ഒക്കെ എവിടെയോ ഒളിച്ചു വെക്കപ്പെടുന്നുണ്ട്. അതില്ലാത്തൊരവസ്ഥയിലേക്ക് പച്ചയായിട്ട് വന്ന് നിൽക്കേണ്ടി വരുന്ന സമയത്ത്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുള്ള സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ മാത്രം തന്നെ തോന്നുന്നു. അത് തന്നെയാണ് എനിക്ക് ഈ നിമിഷം വരെ വെളിച്ചമായിട്ടുള്ളത്. എന്റെ മക്കളാവട്ടെ, എന്റെ കുടുംബാംഗങ്ങളാവട്ടെ, ഒപ്പം നിന്നിട്ടുള്ള എല്ലാവരും അവർ തന്നെയാണ് ഈ നിമിഷത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അതിജീവനമല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോയേ മതിയാകുകയുള്ളൂ. അപ്പോഴും എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അതിന് തക്കവണ്ണം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവില്ല? എന്തെങ്കിലും ഒരു വഴിത്തിരിവായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ? സ്വയം എഴുന്നേറ്റ് നിൽക്കണം, ജീവിക്കണം കൂടുതൽ ഭംഗിയായി എന്ന് തോന്നിക്കാൻ? തീർച്ചയായിട്ടും ചെറുതാണെങ്കിലും നിരവധി സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനാദ്യം പറഞ്ഞത് നമ്മളുടെ ഒപ്പം നിൽക്കുന്നവർ പ്രതീക്ഷയോടുകൂടി നമ്മളെ നോക്കുന്നു എന്നുള്ള ഒരു പോയിന്റാണ്. ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്റെ മകൾ എനിക്ക്
ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു കഥ. അത് പലയിടത്തും പറഞ്ഞ് പഴകിയതാണ്. എങ്കിൽ കൂടെ ഞാൻ ഒരു തവണ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജോഗി മരിച്ചൊരു 11 ദിവസം ഉള്ള സമയത്ത് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി വസ്ത്രം മാറാനായി റൂമിൽ കയറിയപ്പോ എന്റെ മോള് ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്നെ തട്ടി വിളിച്ചു. അപ്പൊ ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇവിടെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അമ്മ മരിക്കാൻ പോയതല്ലല്ലോ. അതായത് എന്റെ മകളെ അത്രയും ദിവസം, ആ 11 ദിവസം ചുറ്റുപാട് നിന്ന് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അവള് അറിഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളിൽ നിന്നും അച്ഛൻ പോയി, ഇനി അമ്മ ഒരുപക്ഷെ തളർന്ന് മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ അവൾ സൂസൈഡ് ചെയ്തേക്കാം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ എങ്ങനെയൊക്കെ കാര്യം പറ്റിയിട്ടുണ്ട്. ആ ഒരു ആദ്യം പിടിച്ച എന്റെ മകളുടെ ചോദ്യവും ഞാൻ തിരിച്ചാ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവളുടെ മുഖത്ത് കണ്ട ആശ്വാസവും തന്നെയാണ് ഈ നിമിഷം വരെ എനിക്ക് ഒരു തുടക്കം എന്ന് പറയാവുന്നതായിട്ട്. അതുകൂടാതെ നമ്മുടെ പാരന്റ്സ് ആയാലും ഇപ്പൊ എന്റെ 2 മക്കളായാലും അവരുടെ വളർച്ച, അവരുടെ ജീവിതം, ഇതൊക്കെ എന്റെ കൈകളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എനിക്ക് ആ സമയത്ത് തോന്നലുണ്ടായി. മാത്രമല്ല ജോഗി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തന്നിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെതായിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട്. അത് എന്നെ അത്ര പെട്ടെന്നൊന്നും തോൽക്കാൻ വിടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാം ചേർത്ത്, ഈ എല്ലാ ഡ്രൈവിംഗ് കോഴ്സുകളും ചേർത്തിട്ടാണ് ഞാനിപ്പോ എങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പ്രയാസപ്പെടുന്നവർക്ക് ഒരു പ്രചോദനമായി മാറുന്ന ഒരു കഥ കൂടി ജിജി മാറുമ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ മകള് കേൾക്കണ്ടെങ്കിലും ആ ഒരു വല്ലാത്ത ഇരുട്ട് നിറഞ്ഞൊരു സമയത്ത് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടൊക്കെയോ ആത്മഹത്യ ചെയ്ത മനുഷ്യരും അവർ നമ്മളിൽ അവശേഷിപ്പിച്ചു പോകുന്നതൊക്കെയും ഏതൊക്കെയോ സമയങ്ങളിൽ അതിലൊരു ശരികേട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒരിക്കലും ഒരു ഓപ്ഷനായിട്ട് ഞാൻ തെരഞ്ഞെടുക്കില്ലായിരുന്നു. പക്ഷെ എങ്കിലും ആ ഒരു സമൂഹം അവൾക്ക്, എന്റെ മകൾക്ക് കൊടുത്ത ആ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു എൻഡ്, അതിലൂടെ അല്ലാണ്ട് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കണമെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി അത് എത്രത്തോളം രൂക്ഷമായിരുന്നു ആ കാലങ്ങളിലെല്ലാം? അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആണ് തരണം ചെയ്തത് എന്നുകൂടി പറയുകയുണ്ടായി. അത് ആ സമയത്ത് അതത്ര എളുപ്പം സാധിക്കുന്ന ഒന്നാണെന്ന് തോന്നിയിരുന്നു? പൂർണ്ണമായിട്ടും സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ള ഒരാളായിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നുള്ള ഒരു പോയിന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷം എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ജീവിതം നയിക്കുന്ന എന്നെ പോലെ ഒരാൾക്ക് സാധ്യമാകുന്നത്. പക്ഷെ നമ്മൾ അതിനെ മാനേജ് ചെയ്യാനും അതിനെ റോൾ ചെയ്യാനും ഒക്കെ പഠിച്ച കുറച്ച് വർഷങ്ങളാണ് ഈ കടന്നു പോയിട്ടുള്ളത്. അതിനെ പടിപടിയായിട്ട് തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒന്നിൽ നിന്ന് ഇപ്പൊ വീട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു വീടുണ്ടാക്കുന്നതും, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതായാലും മാതാപിതാക്കളെ നോക്കുന്നതായാലും എന്നെ സ്വയം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ എല്ലാം പതിയെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു രാത്രി കൊണ്ട് ഒന്നും മാറില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എനിക്ക്. സന്തോഷ് ജോഗിയുടെ വേർപാടിനു ശേഷം സിനിമാ രംഗത്തുള്ള ആരെങ്കിലും സഹായിച്ചിരുന്നു? സഹായം സിനിമാ രംഗത്ത് നിന്ന് കിട്ടിയത് അമ്മ സംഘടനയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു സഹായ ധനം, അത് മാത്രമാണ് ആ ഒരു രംഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ സിനിമാ രംഗത്ത് നിന്നും മറ്റു സഹായങ്ങളുണ്ട്. സിനിമയിൽ ജോഗിക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ലേ? അവരുടെ ഭാഗത്തുനിന്നൊന്നും പിന്നീട് തിരിഞ്ഞ് നോക്കുകയുണ്ടായിട്ടേ ഇല്ല? ജോഗിക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. സിനിമയിലും അതിന് പുറത്തൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ചയ്ക്കോ അത്തരം സഹായങ്ങൾ കിട്ടിയതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള എന്താ പറയാ, ജോഗിയുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്ന ആളുകൾ പക്ഷെ ഞങ്ങളുമായിട്ട് ആത്മബന്ധമോ പരിചയമോ പോലും ഇല്ലാത്ത പല ആളുകളുമായിരുന്നു. അപ്പം അത്തരം വ്യക്തികളൊക്കെ സമാധാനമായിട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതം എന്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ പറയും സിനിമ അങ്ങനെ ഒരു മറവിയുടെ ലോകമാണ് ചില ആൾക്കാരെല്ലാം സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു പറച്ചിലൊക്കെ ഉണ്ട്. അത് ജിജിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുണ്ട്. പക്ഷെ അത് പരാമർശിക്കാൻ ജിജി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് സിനിമാ രംഗത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് ഒരുപക്ഷെ ജോഗിയുടെ വേർപാടിന് ശേഷമായിരിക്കും എനിക്ക് എന്റേതായിട്ടുള്ള സുഹൃത്തുക്കൾ സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ നല്ല മനുഷ്യരും നല്ല അഭിനേതാക്കളും ഒക്കെയാണ്. പക്ഷെ അത് ജോഗിയുടെ മരണവും അതുമായി ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ സഹായങ്ങളിലേക്കൊന്നും കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു പ്രൊഫഷനെ പോലെ തന്നെ വളരെ എന്താ പറയാ, നമ്മളൊക്കെ അഭിമാനത്തോടെ കാണുന്ന ഒരു പ്രൊഫഷനാണ് സിനിമയും. അതില് പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ നല്ല മനുഷ്യരുമാണ്. അതങ്ങനെയല്ലേ.
സന്തോഷ് ജോഗി എന്ന നടൻ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ കുറച്ചറിയാനേ കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ച് സിനിമകൾ മാത്രം അദ്ദേഹം അഭിനയിക്കാനുള്ള അവസരവും ഉണ്ടായുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണ് സന്തോഷ് ജോഗി? സന്തോഷ് ജോഗി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട സന്തോഷ് ജോഗി പാട്ടുകാരനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജ് സിംഗേഴ്സ് ആയിരുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് വെള്ളി വെളിച്ചത്തിൽ സന്തോഷ് ജോഗി ഇല്ല. പറഞ്ഞോളൂ കേൾക്കാം. അതിനുശേഷം പാട്ടുകാരനായ ജോഗിയിൽ നിന്ന് സിനിമ നടനായിട്ടുള്ള ജോഗിയിലേക്ക്, എഴുത്തുകാരനായിട്ടുള്ള ജോഗിയിലേക്ക്, തിരക്കഥാകൃത്തായിട്ടുള്ള ജോഗിയിലേക്കൊക്കെ എന്റെ മുമ്പിലൂടെയാണ് ജോഗി കടന്നുപോയത്. ഓരോ ഘട്ടങ്ങളും. അപ്പൊ അതിന്റെ വേദനയും തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത് എല്ലാം കേൾക്കുന്ന പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ടാകും ഒരു 2 വരി ജിജി ഒന്ന് പാടി കേൾക്കണമെന്ന്. ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ പാടാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും ഒരു പാട്ട് കൂടിയാണെങ്കിൽ. തീർച്ചയായിട്ടും ജോഗി എനിക്ക് ആദ്യമായിട്ട് പാടിത്തന്ന ഈ പാട്ട് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അത് തന്നെ ഞാൻ 2 വരി പ്രേക്ഷകർക്ക് പാടാം. फूल है चांद है क्या लगता है, फूल है चांद है क्या लगता है, भीड़ में सबसे जुदा लगता है, फूल है चांद है क्या लगता है. ഒരുപാട് ഓർമ്മകളുള്ള ഒരു പാട്ടാണ്. സംഗീതത്തെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോ? സംഗീതത്തെ ഇപ്പോഴും അങ്ങനെ പാട്ടുകൾ പാടാൻ പോകാറുണ്ടോ? അതിനുള്ള സമയം കിട്ടാറുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഉണ്ടാക്കുന്ന ഇടവേളകളാണല്ലോ. അപ്പം പാട്ടുകൾ പാടുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്. പാട്ട് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ. ഇപ്പൊ ഒരു കൗൺസിലറുടെ വേഷവും ഇടയ്ക്ക് അണിയാറുണ്ട് അല്ലെ? അങ്ങനെയാണ് വായിച്ചറിഞ്ഞത്. അതെ അതെ തീർച്ചയായിട്ടും. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. സ്വാസ്ഥ്യ എന്ന പേരിലൊരു കൗൺസിലിംഗ് സ്ഥാപനം നടത്തിയത്. സ്വന്തം ജീവിതത്തിൽ കടന്നുപോയ വഴികൾ, അതിലെ പ്രതിസന്ധികൾ, അതിജീവനങ്ങൾ, ഇതൊക്കെ ഒരു കൗൺസിലർ ആകുമ്പോൾ അത് കൂടുതൽ ശക്തി പകരുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവനെ കേൾക്കാനായിട്ട് ഒരു ഇടം ആണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മുൻ വിധികളില്ലാതെ അവനെ കേൾക്കാനും അവന് വേണ്ടി സമയം ചെലവഴിക്കാനും പറ്റുന്ന ഒരാള് അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ കടന്നു വന്നിട്ടുള്ള പല ഘട്ടങ്ങളിലും അത് സഹായകമായേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്തൊന്നും വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവോ ഒരു ദിശാബോധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് കൂടെ സൈക്കോളജി ഇഷ്ടപ്പെട്ടൊരു വിഷയമായിരുന്നു. പിന്നീട് എന്റെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ വരികയും ഞാൻ തന്നെ എന്റെ ജീവിതത്തിനെ ഒരു ട്യൂണിലൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്താണ് പിന്നീട് എനിക്ക് തുടർന്ന് സൈക്കോളജി പഠിക്കണമെന്നും അതില് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അതിനുശേഷം ഞാൻ MSc അപ്ലൈഡ് സൈക്കോളജി, അതുപോലെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ഡിപ്ലോമ, PG ഡിപ്ലോമ, ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ സ്വാസ്ഥ്യം കൊണ്ടുനടക്കുന്നത്. ഒത്തിരി പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ, കുടുംബങ്ങൾ, ഇൻഡിവിജ്വൽസ്, അങ്ങനെ പല രീതിയിലുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഹെൽപ്പ് ആവാനും എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പ്രിയപ്പെട്ട ഒരാളുടെ പെട്ടെന്ന് ഉള്ള അപ്രത്യക്ഷമാകൽ, ആത്മഹത്യ, അത് എത്രത്തോളം ഭീകരമാണ്? ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരോട് അത് എങ്ങനെയായിരിക്കും ഒരു കൗൺസിലർ എന്ന രീതിയിൽ ജിജി ഉപദേശം കൊടുക്കുക? ജീവിതത്തില് അസാന്നിധ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ശൂന്യത സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പം പ്രണയമാവട്ടെ, നമ്മളുടെ മറ്റു കുടുംബാംഗങ്ങളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരുടെ ആയാലും ഒരു അസാന്നിധ്യം, പ്രത്യേകിച്ച് മരണം കൊണ്ടുണ്ടാവുന്ന അസാന്നിധ്യം നമ്മളെ ഒന്നും അല്ലാതാക്കി കളയുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ ഏതൊരു അവസ്ഥയ്ക്കും അതിന് പോകെ അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുകയും അതിന്റെ തീവ്രതയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പാകപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എത്തിച്ചേരുന്നത് വരെ തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരെങ്കിലും ഒക്കെ നമ്മളെ കേൾക്കാൻ
നമ്മളുടെ കൈപിടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആരുമില്ലെങ്കിൽ കൂടെ സ്വയം നമ്മളെ തന്നെ നോക്കി നമ്മുടെ തന്നെ കൈപിടിച്ച് നമുക്ക് തന്നെ ഏറ്റവും നല്ല സുഖമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റേതൊരു ആളെക്കാളും ഏതൊരു വ്യക്തിയെക്കാളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റും. കാരണം സ്നേഹത്തിന്റെ നോവും അതിന്റെ തീവ്രതയും അതിന്റെ ആവശ്യവും അങ്ങനെ നഷ്ടം അനുഭവിച്ച ഒരാൾക്ക് മാത്രം തന്നെയാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു മനുഷ്യനാവാനും സ്വയം മെച്ചപ്പെടാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മുന്നോട്ട് എന്നുള്ളൊരു ചിന്തയിൽ മാത്രം പോയിക്കൊണ്ടേയിരിക്കാം. തിരിച്ചു പോകാൻ കഴിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു കൃത്യമായ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോഗി തന്നെ നഷ്ടപ്പെടാതിരുന്നേനെ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ, ജീവിതത്തെ കൈവിടുമായിരുന്നില്ലായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ജോഗിയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ജോഗി വളരെ ചെറുപ്പകാലം മുതലേ തന്നെ സൂയിസൈഡൽ ടെൻഡൻസികളുള്ള ഒരാളായിരുന്നു. പലതവണ ആത്മഹത്യ ശ്രമങ്ങളൊക്കെ നടത്തുകയും വീട് വിട്ടിറങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ജോഗിയുടെ. ജോഗി തന്നെ വളരെ എന്താ പറയാ ഒരു പ്രതിഭയാണ്. അതിന്റെ എല്ലാ എക്സെൻട്രിസിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു പക്ഷെ ജോഗിയെ കൃത്യമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരാളോ ഒരു വ്യക്തിയോ ഒരു കൗൺസിലറോ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ, എനിക്കപ്പോൾ ഒരു പക്ഷേ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, ജോഗി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നേനെ. ഞാനും അത് ആഗ്രഹിക്കുന്നത്. എപ്പോഴെങ്കിലും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ജോഗിക്ക്? വളരെ പെട്ടെന്ന് അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചുമ്പോൾ അഭിനയത്തിൽ പോലും അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ജോഗി പങ്കുവെച്ചിരുന്നില്ലേ? ജോഗിയുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകനാവുക എന്നുള്ളതായിരുന്നു. അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ജോഗി അഭിനയിക്കുക എന്നുള്ളത് ജോഗിയുടെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. എഴുതുക, സംവിധായകനാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു, ആ ഒരു ഫാന്റസിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജോഗി പോയിക്കൊണ്ടിരുന്നത്. അതിനോട് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ ഒരു പിടച്ചിൽ അത് ജോഗിയെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തിയൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ശക്തിയിലുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഒരു അവസ്ഥയെ കുറിച്ച് കമന്റ് ചെയ്യാനോ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കാനൊന്നും എനിക്ക് ഇപ്പോഴും ഞാൻ കഴിവുള്ള ആളല്ല. ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നുള്ളത്. എങ്കിൽ കൂടെ നമ്മൾ ഒരു മരണത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞു നോക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തി എനിക്ക് തന്നിട്ടുള്ള പ്രണയവും സന്തോഷവും നല്ല സമയങ്ങളും അതിലുപരി അന്നേ തന്നെ അസാന്നിധ്യങ്ങൾ കൊണ്ട് എന്നെ മെരുക്കിയെടുത്ത ഒരു രീതിയും തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ജോഗി എന്റെ കൂടെ തന്നെ ഉണ്ട്, ഇപ്പോഴും എന്റെ കൂടെ തന്നെ. തീർച്ചയായും മുന്നോട്ടുള്ള ജീവിതം തന്നെയാണ് വീണ്ടും പരാമർശിക്കേണ്ടത്. അപ്പോൾ എഴുത്തും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിലും പ്രമേയമാവുന്നത് ഈ വലിയ അതിജീവനവും അത് മറികടന്നതും ഒക്കെ തന്നെയാണോ? അല്ല, എഴുത്ത് ശരിക്കും ജോഗിക്കുള്ള കത്തുകളാണ്. അതായത് ആ എഴുത്ത് നിരന്തരം നമ്മളുമായിട്ട് മണിക്കൂറുകളോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സീനിൽ ഇല്ലാതാവുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജോഗിയുടെ അടുത്ത് പറയാനുണ്ട്, ഇപ്പോഴും പറയാനുണ്ട്. ഓരോ ദിവസത്തെ ഓരോ വിശേഷങ്ങളും പറയാൻ. അങ്ങനെ ഒരു വിശേഷം പറച്ചിലായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയ ചെറിയ കുറിപ്പുകളാണ് പുസ്തകം. നിനക്കുള്ള കത്തുകൾ എനിക്ക് കത്ത് രൂപത്തിലാണ്. എന്നാൽ ശരിക്കും ഒരു കത്തിന്റെ ഒരു ഫോർമാറ്റിലൊന്നുമല്ല. പക്ഷെ എനിക്ക് ജോഗിയോട് പറയാനുള്ള ഒരു ഭാഷയിലും രൂപത്തിൽ അതിൽ കൂടുതലും പ്രണയവും ഒക്കെ തന്നെയാണ് കടന്നു വരുന്നത്. എങ്കിൽ കൂടെ ഞങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് കാണുന്നു. കൂടുതൽ സംരംഭങ്ങളിലേക്ക് കടക്കുന്നു. ഇപ്പോഴത്തെ പ്രധാന പ്രതീക്ഷകളൊക്കെ എന്തിനു ചുറ്റിപ്പറ്റിയാണ്? സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ പുസ്തകത്തിനോടും വായനയോടൊക്കെ ഉള്ള ചെറുപ്പം മുതലേ ഉള്ള ഒരു ഭ്രാന്ത് പിടിച്ച ഇഷ്ടം കൊണ്ട് തന്നെയാണ് പ്രസാധകയാവാനുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയത്. 2017 സാപ്പിയൻസ് ലിറ്ററേച്ചർ എന്ന പേരിൽ ഒരു പ്രസാധന സംരംഭം ഞാൻ ആരംഭിച്ചത്. ഇപ്പോ 73 പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019 കേരള സാഹിത്യ അക്കാദമിയുടെ ദേശീയ പുസ്തകോത്സവത്തിൽ മികച്ച പുസ്തക നിർമ്മിതിക്കുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ സെലക്റ്റീവ് ആയിട്ട് മികച്ച പുസ്തകങ്ങൾ തുടർന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസാധകയാവാൻ തന്നെയാണ് എന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ ആയുർവേദ രംഗത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രംഗത്തായിരുന്നു കഴിഞ്ഞ 16 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബയോടെക്നോളജിയാണ് എന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഔഷധ സസ്യങ്ങളും മരുന്ന് നിർമ്മാണവും അതിന്റെ ക്വാളിറ്റി റിസർച്ച് ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാഗൽഭ്യമുള്ള മേഖലയിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്യമമാണ് ജിജീസ് ബൊട്ടാനിക്കൽസ് എന്നൊരു ഹെർബൽ പ്രൊഡക്റ്റ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ കാരണം. ഈ ജൂണിൽ 1 വയസ്സ് തികയാണ് ജിജീസ് ബൊട്ടാനിക്കൽസിന്. ഒത്തിരി പേര് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എന്റെ പ്രൊഡക്ട്സിനൊക്കെ സപ്പോർട്ട് ചെയ്തു.
കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ സ്വാസ്ഥ്യ എന്ന എന്റെ കൗൺസിലിംഗ് സെന്റർ എപ്പോഴും ആർക്കെങ്കിലും ഒക്കെ ആരൊക്കെയോ ആവാനായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായം ആവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വളരെ ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച ഒരു കാര്യമായിട്ട് എന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മക്കളും കൂടെ ഉണ്ടോ? ഇതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ അവരുടെ എങ്ങനെയാണ് ഈ സംരംഭങ്ങളിലെല്ലാം? സംരംഭങ്ങളിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ വീട്ടിനകത്ത് കെട്ടിയിടാതെ എന്നെ പറത്തി വിട്ടിരിക്കുന്നത് എന്റെ മക്കളാണ്. കാരണം അവരൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്ത് ഞാൻ വീട്ടിലില്ലാത്ത സമയങ്ങളിലൊക്കെ ഇവൻ എന്റെ പാരന്റ്സിനെ പോലും മാനേജ് ചെയ്ത് അവരാണ് ശരിക്കും എന്റെ വീട് കൊണ്ട് നടക്കുന്നത്. ഞാനാണിപ്പോ കുട്ടി, ഞാൻ പറന്ന് നടക്കാനായിട്ട് എന്റെ പാരന്റ്സിനെ പോലെ എന്റെ മക്കളാണ്. അമ്മ പോയി വിജയിച്ചു വരൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ എല്ലാത്തിനും അവർ സപ്പോർട്ട്. തീർച്ചയായും അതിജീവനത്തിന്റെ അതിസുന്ദരമായിട്ടുള്ള അനുഭവം കൂടി പങ്കുവെക്കുകയായിരുന്നു ജിജി ജോഗി. ഇനി കൂടുതൽ വഴികൾ വെട്ടിപ്പിടിക്കട്ടെ, മുന്നേറട്ടെ, കൂടുതൽ മനോഹരമായിട്ട് ആ അതിജീവന കഥ മറ്റെല്ലാവരിലേക്കും എത്തട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ലേഡീസ് ബാൻഡിൽ അതിഥിയായതിന് ഏറെ നന്ദി. താങ്ക് യു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. ഇന്ന് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇരുവഞ്ഞിപ്പുഴയിലെ ആനക്കാംപൊയിൽ പ്രദേശത്താണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. കോടഞ്ചേരി, തിരുവമ്പാടി മേഖലകളിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. വനപ്രദേശത്തുൾപ്പെടെ കനത്ത മഴയാണ്. താമരശ്ശേരി ചുരം മേഖലയിലും മഴയുണ്ട്. കനത്ത മഴയിൽ കുറ്റ്യാടിയിലെ KRT പബ്ലിക് സ്കൂളിനോട് ചേർന്ന് മതിൽ ഇടിഞ്ഞു വീണു. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മതിൽ വീണത്. കാറിലുണ്ടായിരുന്ന കുട്ടി ഉൾപ്പെടെ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടൽ ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആലപ്പുഴയിലെ തീരദേശ ഗ്രാമങ്ങളായ ഒറ്റമശ്ശേരി, തൈക്കൽ എന്നിവിടങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണ ഭീഷണി. പല വീടുകളും ഇവിടെ അപകട ഭീഷണിയിലുമാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പൊഴിയൂർ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലയിൽ കടൽക്ഷോഭം. 6 വീടുകൾ പൂർണ്ണമായും 4 വീടുകൾ ഭാഗികമായും തകർന്നു. 30-ലധികം വീടുകളിൽ വെള്ളം കയറി. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടുകൾ. മൺസൂൺ പതിയെ ശക്തി പ്രാപിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചു. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും കൂടുതൽ മഴ ലഭിച്ചു. കോഴിക്കോട് മഴ ലഭിച്ച സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോഴും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പൊഴിയൂരാണ്. പൊഴിയൂരിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായ കടൽക്ഷോഭത്തിൽ ഈ പ്രദേശത്ത് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എല്ലാം നശിച്ചു പോയി. എല്ലാം നശിച്ചു പോയി. ഇന്നലെ എത്ര മണിയായിരുന്നു സംഭവം? രാവിലെ ഒന്നും ഉണ്ടായിരുന്നു, മെനഞ്ഞാന്നും ഉണ്ടായിരുന്നു. ഈ ഗ്ലാസും എല്ലാം പോയി. വീട്ടിനകത്തൊരു വെള്ളം കയറി. ഒരു വീടുകളുടെ അവസ്ഥയല്ല, ഒട്ടുമിക്ക വീടുകളുടെയും അവസ്ഥ സമാനം അവസ്ഥ തന്നെയാണ്. ഈ രീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്ത് ഏകദേശം ഈ റൂട്ടുകളിൽ തന്നെ ഏകദേശം ഒരു 30-ലധികം വീടുകളാണ് ഇന്നലെ വെള്ളം കയറിയത്. പല വീടുകളും ഭാഗികമായി തകർന്നു. ഭാഗികമായി തകർന്നതിനെ തുടർന്ന് പല വീടുകളിൽ നിന്നും ആളുകൾ പൂർണ്ണമായി ഒഴിഞ്ഞു. ചേട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥ? ഇതിനു മുമ്പേ ഭയങ്കര കടലാക്രമണമാണ്. ഇന്നലെ ഭയങ്കര കടലാക്രമണം. രാവിലെ കോഴിയൊക്കെ രക്ഷപ്പെട്ടു. പിള്ളേരെ ഇങ്ങോട്ടൊക്കെ തൂക്കി അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. 3 വീടിന്റെ കുടുംബം ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. വൈപ്പ് എല്ലാം അടിച്ച് തകർത്ത് എല്ലാം വീടിന്റെ അകത്തെല്ലാം ഭയങ്കര വെള്ളപ്പൊക്കം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ല. കുഞ്ഞുങ്ങളൊക്കെ എല്ലാം കറങ്ങി. വലിയ ദുരിതാവസ്ഥയാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നുണ്ട്. 3 മുതൽ 3.4 മീറ്റർ വരെ ഉയരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് നേരെ തമിഴ്നാട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ്. ഈ റോഡ് ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട്. റോഡും തകർന്നു പോയി. ഈ ഭാഗത്തേക്ക് നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്ന പ്രദേശമാണ്. അവിടെയാണ് പൂർണ്ണമായി റോഡുകൾ തകർന്നത്. എന്തായാലും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നലെ ഇവിടെ വലിയ കടലൊക്കെ അടിച്ച് ഞങ്ങള് മുങ്ങി. എന്റെ പാൻറ്റെല്ലാം നനഞ്ഞ് ഞങ്ങൾ അകത്തൊക്കെയാണ് കയറി നിന്നത്. എന്തായാലും വിമർജോയ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഈ മേഖലയിൽ നിന്ന് കുറഞ്ഞതോടുകൂടിയാണ് മൺസൂൺ കാറ്റ് കൂടുതലായി വന്നു തുടങ്ങിയത്. മൺസൂൺ കാറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് വീണ്ടും മൺസൂൺ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ കൂടുതൽ മേഘാവൃതമാണ് അറബിക്കടൽ. എന്നാലും കാറ്റ് ശക്തമാകുന്നതിനനുസരിച്ച് കൂടുതൽ മഴ ലഭിച്ചു തുടങ്ങും. ക്യാമറാമാൻ ഹരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം.
മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞു. 2 ഫൈബർ വള്ളങ്ങളാണ് മറിഞ്ഞത്. 8 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ആദ്യ അപകടം. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനിടെ രണ്ടാമത്തെ വള്ളവും മറിഞ്ഞു. ഇവരെയും രക്ഷപ്പെടുത്തി. 5 തെങ്ങ് സ്വദേശികളുടെ സെയിന്റ് പീറ്റേഴ്സ്, ശ്രീഹ എന്നീ വള്ളങ്ങളാണ് മറിഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ചയും അഴിമുഖത്ത് അപകടം സംഭവിച്ചിരുന്നു. കോസ്റ്റ് പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ബിപോർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്തിൽ വീശിയടിക്കുന്നു. നിരവധി വൻമരങ്ങൾ കടപുഴകി. കണ്ടാല തുറമുഖത്തും ചുഴലിക്കാറ്റിലെ ഭീകരത ദൃശ്യമായിരുന്നു. തീരദേശത്ത് താമസിക്കുന്ന 21,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കച്ച്, ദേവഭൂമി, ദ്വാരക, രാജ്കോട്ട് തുടങ്ങിയിടങ്ങളിലാണ് ആൾക്കാരെ ഒഴിപ്പിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 ടീമുകൾ സംസ്ഥാനത്തുണ്ട്. തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചു. പാലക്കാട് നിന്നുള്ള വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ 9:45 കാഴ്ചപ്പറമ്പ് സിഗ്നലിലായിരുന്നു സംഭവം. സിഗ്നലിൽ നിൽക്കുകയായിരുന്ന ചിറ്റൂർ സ്വദേശിയുടെ കാറിന് പിന്നിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബസ് വന്നിരിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മുന്നോട്ട് പോയ കാർ സിഗ്നലിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ് മറ്റ് വാഹനങ്ങൾക്കിടയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. കാർ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് കൂടുതൽ അപകടം ഒഴിവാക്കിയതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില.